മുത്തഖിയാവാൻ. ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല എന്നല്ലേ പറഞ്ഞത്. രണ്ടാമത്തെ ആയത്തിലും അതല്ലേ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ എന്ന് പറഞ്ഞത് എന്തിനാ? ഈ തഖ്വയുടെ പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ്. വസീലയും അതുപോലെ ആ വസീലയാക്കപ്പെടുന്ന വസ്തു സാദിക്കാകണമെന്നുള്ള നിയമവും. അപ്പൊ എന്തിനാ ഈ വസീല വേണമെന്ന് പറഞ്ഞത്? ശരീഅത്തിന് വേണ്ടിയിട്ടാണ്, ശരീഅത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് വസീല വേണമെന്ന് പറഞ്ഞത്. ഈ ഖുർആൻ പറഞ്ഞ വസീലയെയാണ് പിന്നീട് തരീഖത്ത് എന്ന് പറഞ്ഞ് ഇവിടെ പരസ്യമാക്കപ്പെട്ടത്. ഈ മാധ്യമം ആരായിരിക്കണം? മധ്യവർത്തി, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന ആ മാധ്യമം ആരായിരിക്കണം? അത് സാദിഖാവണം, മുത്തഖിയാവണം, ആലിമാവണം, ശരീഅത്തിൽ നിന്ന് അണുവിടെ വ്യതിചലിക്കാത്ത ഒരു ആലിമാവണം, ലാഹിറും ബാത്തിനും ഒരുപോലെ ഇരിക്കണം. ശരീഅത്തിനെ വിട്ടുകൊണ്ട് മറ്റ് ഏതെങ്കിലും ഒരു ആദർശമാണോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇവിടെ പറയുന്നത് എങ്കിൽ അയാൾ കള്ളനും തമ്മാടിയും ഈ ലോകത്ത് തള്ളപ്പെടേണ്ട ആളുമാണ്. അപ്പൊ ഇവിടെ എത്തൂല്ലല്ലോ. ഓരോ മഹാന്മാരായ ഔലിയാക്കന്മാർ ജനങ്ങളുടെ മാനസികാവസ്ഥയും ജീവിതശൈലിയും ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായി കണ്ടപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ ആ ഇൽമു തസവ്വുഫ് അഥവാ ശരീഅത്തിന്റെ മഹത്തായ ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ ഉപയുക്തമായ ആന്തരികമായ മാറ്റങ്ങളുടെ ആന്തരികമായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെയും താബീങ്ങളെയും പോലെയുള്ള ആന്തരികമായ മാറ്റങ്ങളും വ്യതിയാനങ്ങളും പിൽക്കാലത്തുള്ള ജനങ്ങളിൽ കാണാതായപ്പോൾ അത്തരക്കാർ ആളുകൾക്ക് പ്രത്യേക കോച്ചിങ് നൽകിക്കൊണ്ട് ശരീഅത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഓരോ തരീഖത്തുകളായി ഇങ്ങനെ വന്നുകൂടെ. ഖാദിരിയ തരീഖത്ത് ശൈഖ് മുഹയ്യിദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ തരീഖത്ത് ഖാദിരിയ, ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തരീഖത്ത് റിഫായിയ, ഇങ്ങനെ ഓരോ തരീഖത്തുകളും വന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങൾ ഇങ്ങനെ മാറി വന്നപ്പോഴാണ്. ഇതുപോലെ ഈ കക്ഷികൾ വന്നപ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാ എന്ന പേരിൽ ലോകത്തുള്ള ഹക്കിന്റെ അഹലുകാർ സംഘടിച്ചതുപോലെ ഭൗതികതയിലേക്ക് ജനങ്ങൾ വഴിവിട്ടു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ യഥാർത്ഥമായ ശരീഅത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ ഉപയുക്തമായ മഹത്തായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആദർശ സിദ്ധാന്തത്തെ തരീഖത്ത് എന്ന് പിൽക്കാലത്ത് വിളിച്ചു എന്നതല്ലാതെ ശരീഅത്ത് വേറെ തരീഖത്ത് വേറെ എന്നൊരു സമ്പ്രദായം വാസ്തവത്തിൽ ഇസ്ലാമിന് അന്യമാണ്. ശരീഅത്തില്ലാതെ തരീഖത്തില്ല, അതെങ്ങനെ ഉണ്ടാവാനാ? ശരീഅത്തിന്റെ മാർഗരേഖയാണ് തരീഖത്തെങ്കിൽ, ശരീഅത്തിനെ പ്രാപിക്കലാണ് തരീഖത്ത് എങ്കിൽ, ഈ തരീഖത്തില്ലെങ്കിൽ ശരീഅത്തില്ലെങ്കിൽ പിന്നെ തരീഖത്തുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു തരീഖത്തുകാരൻ ഏതെങ്കിലും ഒരു വാദമുറ ഉന്നയിച്ചാൽ ആ വാദത്തിന് അയാൾ ഇവിടെ ഹാജരാക്കേണ്ട തെളിവേതാ? ശരീഅത്ത്. ഒന്നുകിൽ അദ്ദേഹം ഖുർആൻ തെളിവ് ഹാജരാക്കണം, അല്ലെങ്കിൽ ഹദീസ് ഹാജരാക്കണം. ഇസ്ലാമിക രംഗത്തുണ്ടാകുന്ന ഏതെല്ലാം കാര്യങ്ങൾക്കും ഏതെല്ലാം വസ്തുതകൾക്കും അവർ ഹാജരാക്കേണ്ട തെളിവ് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസുമാണെങ്കിൽ ഈ ശരീഅത്തിന്റെ അംഗീകരിക്കപ്പെട്ട ഒരിക്കലും തള്ളാൻ കഴിയാത്ത ആ ചതുർലക്ഷ്യങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ ഈ ലോകത്ത് ആർക്കും അവകാശമില്ല എങ്കിൽ ഏതൊരു തരീഖത്തുകാരനും തന്റെ വാദത്തെ സ്ഥിരപ്പെടുത്തേണ്ടത് ഈ ചതുർലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ചതുർലക്ഷ്യങ്ങൾ തന്നെ ശരീഅത്തിന്റെ അടിത്തറയാണ് എങ്കിൽ ശരീഅത്തിന് വേണ്ടിയല്ലാതെ തരീഖത്ത് മറ്റെന്തിനാ? ജനങ്ങൾ പറയുന്നത് പോലെ, വിഡ്ഢികൾ പറയുന്നത് പോലെ ശരീഅത്തിലെ ഉലമാക്കൾക്ക് വിവരമില്ല എന്ന് വിഡ്ഢികളെ പറയും. ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുൽ കരീം അൽ ജീലി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ സുപ്രസിദ്ധ ഗ്രന്ഥമായ അസ്സൈർ വസ്സുലൂക്കിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, നഫ്സിന്റെ 7 മഖാമാത്തിന്റെ കൂട്ടത്തിൽ അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമ എന്ന് പറയുന്ന 3ാമത്തെ മഖാമിൽ വെച്ചുകൊണ്ട് വഴിതെറ്റിപ്പോകുന്ന വിഭാഗങ്ങളാണ് കള്ളശേഖന്മാര്.
കള്ളത്തരീക്കത്തുകാർ അങ്ങനെ. അപ്പൊ ഇയാൾ ആദ്യം നല്ലൊരു ശൈഖനായിട്ട് പിൻപറ്റിയിട്ടുണ്ടാവും, ബൈഅത്ത് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അയാൾക്ക് ഒന്നാമത്തെ മക്കാമ് കഴിഞ്ഞു. രണ്ടാമത്തെ മക്കാമ് കഴിഞ്ഞു, അമ്മാറത്ത് ലവ്വാമത്ത് മുൽഹിമത്തിലേക്ക് എത്തുമ്പോ അപ്പോഴേക്കും ഇയാൾക്ക് അഹങ്കാരമോ ലോകമാന്യമോ കൽബിൽ വരികയും തന്റെ ശൈഖിനോട് പുച്ഛം തോന്നുകയും ചെയ്താൽ ആ സെക്കൻഡിൽ അദ്ദേഹം വലയലത്തിലായി. പക്ഷേ അത് വാസ്തവത്തിൽ ആ മനുഷ്യൻ അറിയുന്നില്ല. അതുവരെ തനിക്ക് ലഭിച്ചിരുന്ന വസാറത്തും തന്റെ മാനസികോല്ലാസവും അയാൾക്ക് വീണ്ടും തുറന്ന് ലഭിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊരു സംഭവം താൻ അറിയാതെ തന്നിൽ നടന്നത് അറിയാതെ പോയി. അങ്ങനെ വന്നാൽ അയാൾക്കുള്ള ശിക്ഷ എന്താണ് എന്നാണ് അബ്ദുൽ കരീമുൽ ജീലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹു തആല അയാളെ ദഅവൽ കാദിബ കൊണ്ട് പരീക്ഷിക്കും, കള്ളപ്രചരണങ്ങളെ കൊണ്ട്. അയാൾ തനിക്കില്ലാത്ത കള്ളയായ വാദങ്ങൾ വാദിക്കുന്ന, അതാണ് നേരത്തെ അസ്സനി ഇവിടെ പറഞ്ഞത്. കള്ളവാദങ്ങൾ കണ്ടില്ലേ ഓരോ ശൈഖന്മാര് പറയുന്നത്? തനിക്ക് എന്തെല്ലാം പേര് കിട്ടാനുണ്ടോ അതൊക്കെ ഇവിടെ അറിയപ്പെടണം അദ്ദേഹത്തിന് മനസ്സ് മന്ത്രിക്കുന്നത്. എന്തൊക്കെ തനിക്ക് ജനങ്ങൾക്കിടയിൽ ഇവിടെ സ്വാധീനം കിട്ടണമോ അതിനുവേണ്ട എല്ലാ നുണകളും അയാൾ പറഞ്ഞുണ്ടാക്കും. വാസ്തവത്തിൽ അത്തരത്തിൽ ഒരു ഉന്നതമായ മക്കാമിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്ന അവസ്ഥ തന്നെ ഇല്ല. ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. തന്റെ ഹിക്കമിൽ മാ അറാദത്ത് ഹിമ്മത്തുസ് സാലികി അൻ യഖിവ, ഒരു മനുഷ്യനും ഒരു സാലിക്കിന്റെ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഇംബിആസുൽ ഖൽബി അലാ തലബി ശൈഇ, ഒരു വസ്തു സ്വന്തമാക്കാനുള്ള മാനസിക പ്രേരണയുടെ ചലനാത്മകതക്കാണ് ഹിമ്മത്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഹിമ്മത്ത് ഒരു സാലിക്കിന്റെ, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണ് അള്ളാഹുവിന്റെ മാർഗം. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ഖുൽ നബിയെ താങ്കൾ അവരോട് പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. അപ്പൊ ഇത്തിബാഉർ റസൂലാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം നബിചര്യ പിൻപറ്റലിലൂടെ ഒരാൾ നിർവഹിച്ചങ്ങ് മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത് തനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതപരമായി തോന്നിയാൽ അവിടെ താൻ നിൽക്കാൻ വിചാരിച്ചാൽ ഹഖായിഖിന്റെ അശരീരി അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടല്ലാതെയില്ല, അല്ലദീ തതുലുബു അമാമക്, നീ അന്വേഷിക്കുന്നത് എന്താണോ അത് നിന്റെ കുറച്ചുകൂടെ മുമ്പിലാണ്. അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ അന്വേഷിക്കുന്നത് കുറെ കൂടെ പോണം, അതൊരു എൻഡില്ല. ഇതാണ് അവസ്ഥയെങ്കിൽ ഒരാൾ ഉന്നത മക്കാമിലേക്ക് എത്തിയെന്ന് എങ്ങനെ ധരിക്കും? അയാൾക്കെങ്ങനെ ഉറപ്പിക്കാനാകും? ഏതെങ്കിലും ഔലിയാക്കന്മാരോ മശായിഖന്മാരോ അങ്ങനെ ഉറപ്പിച്ച് ഇവർ താൻ സ്വർഗത്തിലാണെന്ന് ലോകത്തിനോട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എല്ലാവരും സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിന്റെ അഹലുകാരനാണ്, ബാക്കി എല്ലാവരും നരകത്തിലാണ്, എന്റെ തരീഖത്ത് പിടിക്കാത്ത ആളുകളൊക്കെ നരകത്തിലാണ് എന്ന് ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? ഒരു ജീവിച്ചിരിക്കുന്ന അമുസ്ലിമിനെ പോലും അയാൾ നരകത്തിന്റെ അവകാശിയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു മുസ്ലിമിന് അവകാശമില്ലെന്നാണ് ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ഒരു അമുസ്ലിമായ ഒരു വേലായുധനെ പറ്റി, ജീവിച്ചിരിക്കുന്ന വേലായുധനെ പറ്റി പറയാൻ ഒരു മുസ്ലിം, ഒരു സുന്നി ഇയാൾ കാഫറാണ്, ഇയാൾ നരകത്തിലാണെന്ന് പറയാൻ പാടില്ല. എന്താ കാരണം? അയാൾ ഒരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലോ അയാൾ എന്നൊന്നും നരകത്താന്ന് പറയാനൊക്കൂലല്ലോ. അങ്ങനെയാണ് ഇസ്ലാമിക നിയമമെങ്കിൽ തന്റെ തരീഖത്തിൽപ്പെടാത്ത ബാക്കി എല്ലാവരും നരകത്തിലാണെന്ന് പറയാൻ ഒരു മനോരോഗിക്കേ കഴിയൂ. ഇല്ല, സാധാരണ ബോധമുള്ള ആൾക്ക് കഴിയില്ല.
തന്റെ തരീക്കത്ത് പിടിച്ച ആൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് ആരാ പറഞ്ഞേക്ക്? ഇവിടെ 4 മദ്ഹബിന്റെ ഇമാമുകളുണ്ട്. ഈ മദ്ഹബിന്റെ ഇമാമുകൾ ആരെങ്കിലും പറഞ്ഞു എന്റെ മദ്ഹബ് പിടിച്ച ആൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന്? ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ വാദത്തിന് സമ്മതിക്കുക, അങ്ങനെ ഒരു തരീക്കത്ത് വിവിധങ്ങളുണ്ട് എന്ന്. എന്നാലും വേണ്ടിയില്ല, ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞു എന്റെ മദ്ഹബിൽ വന്നാൽ മാത്രമേ സ്വർഗത്തിൽ കിടക്കുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞോ? അതുപോലെ തന്നെ ഇവിടെ വിശ്വാസപരമായിക്കൊണ്ട് 2 മദ്ഹബുണ്ട്. അബൂ മൻസൂർ അൽ മാദരീദി, അബുൽ ഹസൻ അശ്ശരി, ഇവരാരെങ്കിലും പറഞ്ഞോ എന്റെ മദ്ഹബ് പിടിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന്? ആരും പറഞ്ഞില്ലല്ലോ. അബൂ ഹനീഫ പറഞ്ഞില്ല, മാലിക് മദ്ഹബുകാരനാണെന്ന് പറഞ്ഞില്ല, ശാഫിഈക്കാരൻ നിരല്ല, ഹക്കിൽ അഹ്ലുകാരാണ് താനും. മഹാനായ അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ ശരീഅത്തിന്റെ പ്രസിഡന്റാ, തരീഖത്തിന്റെ. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞോ എന്നെ പിടിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകും, അല്ലാത്തവരൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞോ? ഇല്ല. അവരൊക്കെ എന്താ? ഹുദാത്തുൽ ഉമ്മയാണ്. ബഹുമാനപ്പെട്ട വിശ്വാസപരമായ കാര്യം പഠിപ്പിക്കുന്ന സുപ്രസിദ്ധ ഗ്രന്ഥമാണ് ജൗഹറത്ത്. ആ ജൗഹറത്തിൽ പറയുന്നു വമാലികുൻ വസഹീറുല്ലാഹിമ്മാ കദാ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മ. വമാലികുൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, വസായിറുൽ അഇമ്മ, മറ്റ് ഇമാമുകളും എല്ലാവരും തന്നെ കദാ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മ. അപ്രകാരം അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഹുദാത്തുൽ ഉമ്മയാണ്, ഈ ഉമ്മത്തിന്റെ മാർഗദർശികളാണ് എന്ന് ഉലമാലോകം പിൽക്കാലത്ത് പരിപൂർണമായും അംഗീകരിച്ചിരിക്കുന്ന മഹാന്മാരായ ആ ഉലമാക്കള് പോലും ഇത്തരം ഓരോ കാര്യം പറഞ്ഞില്ലെങ്കിൽ തന്റെ ശരീഅത്ത്, തന്റെ തരീഖത്ത് മാത്രമാണ് ഹക്കെന്നൊരാൾ വാദിച്ചാൽ ആ വാദം വിഡിത്തമാണ്. അങ്ങനത്തെ ഒരു ദീൻ ഇവിടെയില്ല. അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ദീൻ ശരീഅത്തിനെ പരിപൂർണമാക്കാൻ വേണ്ടി ആണ് ശരീഅത്തിനേക്കാൾ വലുത് എന്നുള്ള തെറ്റായ ധാരണയാണ് അപകടത്തിൽപ്പെടുത്തിയത്. ശരീഅത്തിനേക്കാൾ വലുതാണ് തരീഖത്ത് എന്നുള്ള ധാരണയാണ് അപകടത്തിൽ പറ്റിയത്. ശരീഅത്ത് തന്നെയാ. ശരീഅത്തില്ലെങ്കിൽ ഇവിടെ തരീഖത്തുണ്ടോ? എന്തിനു വേണ്ടിയാ തരീഖത്ത് വേണ്ടി വന്നത്? ശരീഅത്തിനെ പോഷിപ്പിക്കാനല്ലേ? എന്താ ഈ തരീഖത്തുകാര് പറയുന്നത്? എല്ലാ റവാത്തിബ് നിസ്കാരങ്ങളും നിസ്കരിക്കണം. ളുഹറിന് മുമ്പ് 4, ശേഷം 4, അസറിന് മുമ്പ് 4 ളുഹാക്കണം. തരീഖത്തിലേക്ക് തസ്ബീഹ് നിസ്കാരം നിന്റെ തരീഖത്തിന്റെ അക്കൗണ്ടിലാ പറവെക്കല്. ഇതൊക്കെ ഇവിടെ ശരീഅത്തിലല്ലേ? ഈ അവ്വാബ് നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും അതുപോലെ ദിക്ർ, സദാസമയത്ത് ദിക്ർ ചെല്ലാൻ പഠിപ്പിച്ചതാരാ? ഖുർആനല്ലേ? വദ്കുറുല്ലാഹ കസീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ധാരാളം ദിക്ർ ചെല്ലാൻ. ഇത് ശരീഅത്തല്ലേ? ഇത് നിന്റെ തരീഖത്തിന്റെ ബുക്കിൽ വരവെക്കാൻ ആരാ പറഞ്ഞത്? ഇതൊക്കെ ഇവിടെ ശരീഅത്ത് തന്നെയാ. തരീഖത്തുകാർ എന്ത് പറയുന്നുണ്ടോ അതൊക്കെ ശരീഅത്ത് തന്നെയാ. ദിക്റിനെ വർദ്ധിപ്പിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറഞ്ഞാൽ ശരീഅത്താണ്. ഹു അല്ലാഹ് എല്ലാം പറഞ്ഞാൽ അത് ശരീഅത്താണ്. ശരീഅത്തിലെ ഹു അല്ലാഹ് ഖുർആനിൽ തന്നെയല്ലേ? ഖുൽ ഹു അല്ലാഹ്, ഖുൽ ഹു അല്ലാഹ്, ഖുൽ നബിയെ താങ്കൾ പറയൂ ഹു അല്ലാഹ് എന്ന് പറയൂ. ശരീഅത്തല്ലേ? ഇപ്പോൾ തരീഖത്തിന്റെ ദിക്ർ അതാണ്. ശരീഅത്തുകാർക്ക് വേറെ ദിക്റാണ്, ഞങ്ങൾക്ക് വേറെ ദിക്റാണ്. ഹു, ഇത് ശരീഅത്തല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ഖുർആൻ പറഞ്ഞില്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ആഹ്, ഇത് ശരീഅത്തല്ലേ? ആഹ് എന്ന ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആഹ് എന്നുള്ളത് ഖേദത്തിന്റെ ശബ്ദമാണ്, തേങ്ങലാണ്. അത് തേങ്ങലിന്റെ ശബ്ദമാണ് ആഹ് എന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇന്നൽ അമീന ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്, എല്ലാ തേങ്ങലുകളും അല്ലാഹുവിന്റെ ഇസ്മാണ്. അത് ശരീഅത്തല്ലേ? എന്നിട്ട് ശരീഅത്തിൽ നിന്ന്, ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും വളരെയധികം ആഴമേറിയ നിയമങ്ങളെ കണ്ടുപിടിച്ച ആ ദിക്റുകളെയും മറ്റും കണ്ടുപിടിച്ച് സാധാരണക്കാരായ ഒരു സാമാന്യ ആലിമീങ്ങൾക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഇവന്മാര് കണ്ടുപിടിച്ച് അത് തരീഖത്തിന്റെ അക്കൗണ്ട് ബുക്കിൽ വരവ് വെച്ചിട്ട് ഇത് തരീഖത്തൊന്ന് വേറെ ശരീഅത്തൊന്ന് വേറെ എന്ന് ഈ സമൂഹത്തെ തെറ്റിദ്ധാരണ പഠിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന ഈ സകല നാശങ്ങൾക്കും കാരണം. ശരീഅത്തും തരീഖത്തും രണ്ടും രണ്ടല്ല. ശരീഅത്തിനെ താങ്ങി നിൽക്കാൻ ഉപയോഗിക്കുന്ന താങ്ങാണ് തരീഖത്ത്. ഒരത്താണി
ശരീഅത്ത് താഴെ വീണ് പോവാതിരിക്കാൻ അതിൽ താങ്ങു കൊടുക്കുന്ന ഒന്നാണ് തരീഖത്ത്. അല്ല, ശരീഅത്തൊന്ന് വേറെ, തരീഖത്ത് മറ്റൊന്നല്ല. ഈ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ അവർ തരീഖത്തിലേക്ക് വന്നപ്പോൾ ഇബാദത്ത് കൂട്ടുകയാണോ അതല്ല കുറയ്ക്കുകയാണോ ചെയ്തത്? കൂട്ടല്ല ചെയ്തത്. തരീഖത്തിലേക്ക് ഒരാൾ കയറുമ്പോൾ ഇബാദത്ത് കൂട്ടി. എന്ത് ഇബാദത്ത്? ആരെങ്കിലും വേറെ നിസ്കാരം പുതുതായി ഉണ്ടാക്കിയോ? അവര് തറാവീഹ് 20 തന്നെ നിസ്കരിച്ചില്ലേ? അവർ ഇശാ നിസ്കാരം 4 റക്അത്തും മഗ്രിബ് 3 തന്നെയല്ലേ നിസ്കരിച്ചത്? ആരും കൂട്ടിയില്ലല്ലോ. റവാത്തിബ് നിസ്കാരം നിശ്ചയിക്കപ്പെട്ടത് വിട്ട് ആരെങ്കിലും കൂട്ടിയോ? അവ്വാബ് നിസ്കാരം നിശ്ചയിക്കപ്പെട്ടല്ലേ നിസ്കരിച്ചോളൂ. അപ്പൊ നമുക്ക് തസാഹുലായിരിക്കുന്ന, നമുക്ക് മടി മൂലം നാം ചെയ്യാതിരുന്ന കാര്യങ്ങളെ മാനസിക പ്രചോദനം നൽകി ശരീഅത്ത് നിശ്ചയിച്ച കാര്യങ്ങളെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാസക്രിയയാണ് തരീഖത്ത് എന്ന് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ഈ യാഥാർത്ഥ്യത്തെ മറികടന്നുകൊണ്ട് എന്താ മനസ്സിലാക്കി സമൂഹം? തരീഖത്ത് അത്ഭുതം കാട്ടുന്ന ഒരാളെ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് അയാളെ അങ്ങേയറ്റം ബഹുമാനിച്ച് ആദരിച്ച് തലയിലേറ്റി നടക്കുക. കണ്ട കയ്യും കാലും തലയും ഒക്കെ പിടിച്ച് മുത്തുക, ചുംബിക്കുക. പടി ജാഹിലാണെങ്കിൽ പോലും ഇൽമെന്താന്ന് അവനക്കറിയോ? എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ അത്ഭുതത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അത്ഭുതങ്ങൾ വിവിധ ഇനമാണ്. ഒന്ന്, തൻ്റെ പ്രകൃതി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കഴിവുകൾ നിമിത്തം താൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ. ഹിപ്നോട്ടിസം പോലെ ജീവിച്ചിരിക്കുന്ന ഉണർന്നിരിക്കുന്ന ആളെ ചില പ്രത്യേക അടയാളങ്ങളും ചില ആംഗ്യങ്ങളും കാണിക്കുമ്പോൾ അയാൾ ഉറങ്ങിപ്പോകുന്നു. 100% ഉണർച്ചിരിക്കുന്ന ആളെ ഒരു ഹിപ്നോട്ടിസ്റ്റ് വന്ന് ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ അയാൾ ഉറങ്ങിപ്പോകുന്നത് നമുക്കൊരു അനുഭവമാണ്, അനുഭവ സാക്ഷിയാണ്. അത്ഭുതമല്ലേ അത്? ഉറങ്ങിയിട്ട് അയാളോട് ചോദിക്കുന്ന, അയാളെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആ മനുഷ്യൻ തന്റെ ഉള്ളിലുള്ള എല്ലാ രഹസ്യങ്ങളും ഈ ഹിപ്നോട്ടിസം കാണിക്കുന്ന ഡോക്ടറോട് തുറന്നു പറയുന്നു. അപ്പൊ ആ ഹിപ്നോട്ടിസം കാണിച്ച ആൾ ഔലിയായ ഇല്ല. എന്താ കാരണം? അത്ഭുതം കാണിച്ചില്ലേ? പോട്ടെ, A.T. കോവൂരിനെ പോലുള്ള ഏറ്റവും വലിയ ഈ ലോകത്ത് യുക്തിവാദം വാദിച്ച A.T. കോവൂർ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മങ്ങൾ എടുത്തു കൊടുക്കും സ്റ്റേജിൽ. അയാൾ മരണപ്പെട്ടു പോയി. സത്യസായി ബാബ അന്തരീക്ഷ ഭസ്മം എടുത്തു കൊടുക്കുമ്പോൾ അതുപോലെ A.T. കോവൂർ ഇപ്പുറത്ത് എടുത്തു കൊടുക്കും, ഞാൻ എടുത്തു തരാമെന്ന്. സത്യസായി ദൈവമായിട്ട് ഭഗവാനായി വാഴുമ്പോൾ നിരീശ്വരവാദിയായ A.T. കോവൂർ എടുത്ത് കാണിച്ചു കൊടുക്കും. ഇതിലാരാ ഒറിജിനൽ ദൈവം? സായിബാബയാണോ അല്ല A.T. കോവൂറാണോ? അത്ഭുതത്തിന്റെ പേരിൽ ഷെയ്ഖായി ചിത്രീകരിക്കുന്ന ആളുകൾ A.T. കോവൂരാവുന്ന യുക്തിവാദിയെ ഷെയ്ഖായി കയ്യും കാലും പിടിച്ച് മുത്തുവോ? അതുപോലെ എന്തൊക്കെ അത്ഭുതങ്ങള്! അപ്പൊ അത് പ്രകൃതിയാൽ യോഗവിദ്യകളിലൂടെയും മറ്റും തനിക്ക് സ്വരൂപിച്ചെടുക്കാൻ കഴിയുന്ന അത്ഭുത പ്രക്രിയകളാണ് അത്. ഇത് ആര് പറയുന്നു? ഞാൻ പറയല്ല. ഇത് ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ് തന്റെ സുപ്രസിദ്ധ ഗ്രന്ഥമായ ഫുതുഹാത്തുൽ മക്കീൽ. ഒരു ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വലിയ തരീഖത്തിന്റെ ഉന്നതനായ ശൈഖുൽ അക്ബർ എന്നാണ് ഇബ്നുൽ അറബി തങ്ങളുടെ പേര്. ശൈഖുൽ അക്ബർ. ആ ശൈഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഫുതുഹാത്തുൽ മക്കീൽ പറയാണ്, ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ കാണിക്കാം. ഇനി രണ്ടാമത്തെ വകുപ്പ്, മനഃശക്തി കൊണ്ടും അത്ഭുതങ്ങൾ കാണിക്കാം. അപ്പൊ മാനസികമായ ചില പ്രത്യേക പ്രക്രിയയിലൂടെ മനഃശക്തി വർദ്ധിപ്പിച്ചെടുത്താൽ ആ മനഃശക്തി കൊണ്ട് പല അത്ഭുതങ്ങളും കാണിക്കാൻ ഒരു സാധാരണ ലോക്കൽ മനുഷ്യന് കഴിയുന്ന, ഇതാരാ പറയുന്നത്? ഇബ്നുൽ അറബിയാണ് പറയുന്നത്. ലോക്കൽ മനുഷ്യന് കഴിയും. പണ്ട് സ്കൈലാബ് വിട്ട് അമേരിക്ക, സ്കൈലാബ് വിട്ടിട്ട് അത് അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി.
എവിടെയും വന്ന് വീഴാമെന്ന് അഭ്യൂഹങ്ങൾ പരന്നു. ഏത് നാട്ടിൽ വീണാലും ആ നാട് നശിച്ചത് തന്നെ. അങ്ങനെ ആകെ കൈവിട്ട് മനുഷ്യൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വിദേശി വനിതയായ മനഃശാസ്ത്രജ്ഞ പറഞ്ഞു, ആരും പേടിക്കണ്ട, എൻ്റെ മനഃശക്തി കൊണ്ട് ഞാൻ അതിനെ തടഞ്ഞു നിർത്താം. മനഃശക്തി കൊണ്ട് സ്കൈലാബിനെ തടഞ്ഞു നിർത്താം. അത് വലിയത്തോ നഫീസത്ത് ബീവി ഒന്നും അല്ല പറഞ്ഞത്. പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിറ്റി പെണ്ണ. റാബിയത്തുൽ അദവിയ്യ നഫീസത്ത് ബീവി ഒന്നല്ല പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റി പെണ്ണാ പറഞ്ഞത്. മനഃശക്തി കൊണ്ട് അതിനൊക്കെ കഴിയുന്ന. ഇത് ഫുതുഹാത്തുൽ മക്കയിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങൾ മുമ്പേ പറഞ്ഞു വെച്ചതാ. മനഃശക്തി കൊണ്ട് അത്ഭുതങ്ങൾ പലതും കാണിക്കാൻ കഴിയുന്നു. കാൽക്കുലേറ്ററിനേക്കാൾ വേഗത്തിൽ എത്ര വലിയ കണക്ക് ചോദിച്ചാലും ഉത്തരം പറയാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ലേ? ലോകത്ത് പത്രത്തിൽ വായിച്ചില്ലേ? ആ പെണ്ണിനെയും പോയി ഔലിയാക്കിയിട്ട് വാടോ, അതിൻ്റെയും കൈയും കാലം പിടിച്ച് മൊത്തിയിട്ട് വാ, ഔലിയാത്തിയല്ലേ? അത്ഭുതം കാണിച്ചാലൊക്കെ ഔലിയാണെങ്കിൽ ഈ ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങൾ തന്നെ പറയും, ഇങ്ങനെയൊക്കെ മനഃശക്തി കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. 2 ഇബ്നുൽ അറബി